ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ വാട്സാപ്പിലും മെസ്സേജ് വരുന്ന കമൻറ്റ് സെക്ഷനിലും വന്നിട്ടുണ്ട്. ഇപ്പം അടുത്തൊന്നല്ലെങ്കിലും മുന്നേ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സ് കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സും എൻ്റെ ടച്ച് വന്നിട്ടുള്ള, അതായത് ഞാൻ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള സാരികളോ അല്ലെങ്കിൽ ബ്ലൗസ് അല്ലെങ്കിൽ എന്താണെങ്കിലും, ബിക്കോസ് ഞാനാണ് എൻ്റെ എല്ലാ ബ്ലൗസും ഡിസൈൻ ചെയ്തത്. അങ്ങനെ എല്ലാത്തിലും എൻ്റെ ഒരു എന്താ പറയുക പേഴ്സണൽ ടച്ച് വന്നിട്ടുണ്ട് എൻ്റെ എല്ലാ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സിനും. പിന്നെ അത് മാത്രമല്ല, വേറെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഔട്ട്ഫിറ്റ്സും സാരികളാണ്. ഞാൻ ലെഹങ്കാസോ അല്ലെങ്കിൽ മറ്റ് ഔട്ട്ഫിറ്റ്സോ ഒന്നും ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. സോ എൻ്റെ ഫുൾ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സ് സാരീസാണ്. അപ്പോൾ ഞാൻ ഓരോരോ സാരി ആയിട്ട് കാണിക്കാം. ഫസ്റ്റ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള എൻ്റെ വെഡ്ഡിങ് സാരി ഞാൻ കാണിച്ചു തരാം. ആ സാരി ഞാൻ സാരി കാണിക്കുമ്പോൾ ഞാൻ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് പറയാം. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ബ്രൈഡൽ സാരി എന്ന് പറയുന്നത് ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിരിക്കുള്ളത്. അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ വെഡ്ഡിങ് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താ പറയുക, ഞാനത് പറയുന്നില്ല, ഞാനത് കാണിച്ചു തരാം. അത് കാണിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഡേ എൻ്റെ ബ്രൈഡൽ ഔട്ട്ഫിറ്റാണ്. ഇതാണ് എൻ്റെ ബ്രൈഡൽ സാരി. ഞാൻ ഈ സാരി ഇതിനകത്ത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് സാരിയുടെയും ഞാൻ എന്നിട്ട് ഓർണമെൻറ്റ്സിൻ്റെ എൻ്റെ വെഡ്ഡിങ് ലുക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. കാരണം എൻ്റെ ഒരു വെഡ്ഡിങ് ബ്ലൗസിൻ്റെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോഴും വാട്സാപ്പിൽ സ്റ്റേറ്റസ് ഇട്ടപ്പോഴും ഒരുപാട് എൻക്വയറീസ് ആൻഡ് ഓർഡേഴ്സ് എനിക്ക് വന്നു. ബിക്കോസ് അത് സെയിം പോലെ ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്ലൗസ് ചെയ്യണം എന്നുകൊണ്ട് കുറച്ച് ഓർഡേഴ്സും അതുപോലെ തന്നെ ഒരുപാട് എൻക്വയറീസും വന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അതുകൊണ്ടാട്ടോ ഞാൻ വെഡ്ഡിങ് സാരി കാണിക്കാത്തത്. അതിൻ്റെ വെഡ്ഡിങ് ബ്ലൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വേണ്ടോ, അത്രയും ഹെവി ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് ബ്ലൗസാണ്. കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു വെഡ്ഡിങ് ബ്ലൗസാണ്. അപ്പോൾ ഞാനത് എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ തന്നെ കാണിക്കാം. വണ്ടിയുടെ സൗണ്ട് ഉണ്ട്, ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്ന കാരണമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വെഡ്ഡിങ് സാരി എന്തായാലും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത്, നമുക്കിവിടെ പുടവ തരാന്ന് പറയില്ലേ, അതായത് നമ്മൾ കല്യാണം കഴിയുന്ന സമയത്ത് നമുക്ക് രണ്ട് സാരി ഒന്നുകിൽ കൈ തരും അല്ലെങ്കിൽ താലത്തിലൊക്കെ തരും. എനിക്കങ്ങനെ താലത്തിലൊന്നും തന്നിട്ടില്ല. ഞാൻ കൈ തരാ ചെയ്ത കൈ തര ഒരു പ്രത്യേക തരം ഭാവത്തിലായിരുന്നു എന്ന് പറഞ്ഞ് തന്നു. വേറെ ഒരു സാരി കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരട്ടോ. ഇങ്ങനെ ഇതുകൊണ്ട് തന്നു. ആ സാരി ഞാൻ തിരിച്ച് ബാക്കിലേക്ക് കൊടുത്തു. ഈ സത്യം പറഞ്ഞാലേ ഞാൻ വേറൊരു കഥ പറഞ്ഞാൽ ഇതിൽ പറയാൻ പാടും, അത് മോശമാണോ എന്ന് പോലും എനിക്കറിയില്ല. ഈ ബ്ലൗസിന് കപ്പുണ്ട്. ഞാനിപ്പോൾ കപ്പ് ഊരി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കപ്പ് വെക്കാറ്. ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കപ്പ് വെക്കുക. കാരണം ഏതെങ്കിലും സമയത്ത് നമുക്ക് കപ്പ് കംഫർട്ടബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഞാൻ വെക്കുക. അത് എന്തോ ഒരു ഭാഗ്യത്തിന് എൻ്റെ കല്യാണത്തിനും അതൊരു ലക്കായി, അതൊരു ഭാഗ്യമായി ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ്. കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്നുള്ളത്. ചിലപ്പോൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കതൊരു ഫിനിഷിങ്ങിന് കുറവുണ്ടാവും. പക്ഷേ അതല്ലാത്ത സമയത്ത് നമുക്കൊരു കപ്പില്ലാത്ത ബ്രേസിയറിട്ട് നമുക്ക് ബ്ലൗസ് ഇടാം എന്ന് തോന്നുന്ന സമയത്ത് അത് ഭയങ്കര ഒരു സുഖമാണ്. അത് അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കും. അപ്പം അതിൻ്റെ ഒരു കംഫർട്ടബിൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഈ ബ്ലൗസ് ഈ സാരി വെയർ ചെയ്തിട്ടാണ് ഞാൻ ഓഡിറ്റോറിയത്തിൽ എത്തുന്നത്. അവിടെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടുന്ന ചടങ്ങും മോതിരം മാറ്റമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വിശാലം വീട്ടിലെത്തണമല്ലോ. ആ എത്തുന്ന സമയത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് സാരി മാറ്റിക്കും. അപ്പം നമ്മൾ പോയിട്ടുള്ളത് ഈ ബ്ലൗസ് ഇട്ടിട്ടാണ്. ഞാൻ ബ്രേസിയർ വിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെപ്പെട്ടു. കാരണം ഈ ബ്ലൗസ് ഞാൻ ഇട്ട് നോക്കുന്നത് കല്യാണത്തിൻ്റെ ഈ മാറ്റുന്ന സമയത്ത്, കാരണം ഞാൻ ഹോസ്പിറ്റലിലാണ്, എനിക്കിത് ഇട്ട് നോക്കാനും ഇത് ട്രയൽ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്നതാണ്. എൻ്റെ അളവ് എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ ചേച്ചിമാർക്ക് അറിയാം, അത് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാർക്ക് അറിയാം. ഞാൻ പറയില്ല, എൻ്റെ എന്താ പറയുക, അമ്മയ്ക്ക് പോലും മേ ബി എൻ്റെ സൈസ് ഇത്രയും കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല വേണമെങ്കിൽ. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ സ്റ്റിച്ച് ചെയ്യുന്നുള്ള കോൺഫിഡൻസ് ആണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കല്യാണത്തിൻ്റെ ഇത് മാറ്റിക്കാൻ വിശാഖിൻ്റെ ചേച്ചിമാർ വരുന്ന സമയത്താണ്, കൊണ്ടുവന്ന് തരുന്ന സമയത്താണ് ഈ ബ്ലൗസ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ
കപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ വിത്തൗട്ട് ഇതിനകത്ത് കപ്പ് വെച്ചത് കൊണ്ട് തന്നെ ബ്രേസിയർ വിയർ ചെയ്യാതെയാണ് ഞാൻ കല്യാണത്തിന് ഈ സമയത്ത് ഞാൻ ഇത് മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ കയറിയപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് തീരെ വയ്യ. കാരണം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റുന്ന സമയത്ത് കയ്യുമെന്ന് ബ്ലൗസൊക്കെ കൂരുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര നീരാണ്, കാനുവൽ ഇട്ടിട്ടും ആൻറ്റിബയോട്ടിക് പോയിട്ടും. എന്ന് വെച്ചാൽ പകുതി ഒരു എന്താ പറയുക, പകുതി നക്ഷത്രമുള്ളൂ, ബാക്കി നക്ഷത്രം ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് ഓക്കെ. അപ്പം ഞാൻ ബ്ലൗസൊന്നും അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ടും എന്നാണ് തോന്നുന്നു ഊരിയ സേഫ്റ്റി പിൻ എൻ്റെ അടുത്തുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് പൊട്ടിച്ചു. എൻ്റെ ബ്രൈഡൽ ബ്ലൗസിൻ്റെ കാര്യം പറയുന്നത് അത് പെട്ടെന്ന് പൊട്ടും, അത്രയും നമ്മൾ ചെറിയ നൂലിട്ട് കെട്ടുക ചെയ്യുക 4 ഭാഗത്തും. അങ്ങനെ അതങ്ങ് പൊട്ടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പിന്ന് വെച്ചിട്ട് ഈ ബ്ലൗസിൽ സെക്യൂർ ചെയ്തു. എന്നിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാരി ഒന്ന് ഉടുത്തിട്ട് വരുന്നത്. ഇത് ആർക്കും അറിയില്ല. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായ ജിഷി ചേച്ചിക്കും അതുല്യം പ്രിൻഷിയും നീനും ഇവർ 3 ആളും ഉള്ളത് റൂമിൽ. ഇത്ര ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവർ പറയും, ഞാൻ ഇങ്ങനെ ബ്ലൗസിന് ബ്രേസിയർ ഇല്ല ഇടാനെന്ന് പറഞ്ഞപ്പോൾ ഇവർ പുറത്തുനിന്ന് എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആലോചനയില്ല. പക്ഷെ ഞാൻ ബ്ലൗസ് ഇട്ട് ഇറങ്ങി വന്നു ഇതിനകത്ത് കപ്പ് വെച്ചിട്ട്. കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇത് എന്താ പറയുക, അടിപൊളിയായിട്ട് അന്ന് ഉടുക്കാൻ പറ്റി. എന്തൊക്കെ മെമ്മറി ആയാലും ഒരു കല്യാണം ഒന്നും പറയണ്ട. അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി. എന്താണ് അടിപൊളി മെറൂൺ റെഡ് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ. ഇതിനകത്തും അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എൻ്റെ കല്യാണ സാരിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. എൻ്റെ കല്യാണ സാരി എങ്ങനെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ വേഷനാണ്, ചെക്ക് പാറ്റേൺ ആണ്. അതുപോലെ തന്നെ അടിയിൽ ഗ്രീൻ പൈപ്പിംഗ് വന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എലിഫൻറ്റ് പ്രിൻ്റ് ഉണ്ട്, പ്രിൻ്റ് അല്ല വീവിങ് ഉണ്ട്. ഒരു ഐരാവതം എന്ന് പറയാൻ പറ്റില്ല, അതെ, കുഞ്ഞു കുഞ്ഞു ആന കേട്ടോ. അതിൽ വലിയ ആനയാണ് എൻ്റെ കല്യാണ സാരിയിൽ. ഇതങ്ങനെയല്ല, അതിൽ കുഞ്ഞു കുഞ്ഞു ആനകളുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ബോർഡർ കണ്ടോ. ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ആനകളും ചെറിയ ചെറിയ പീക്കോക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് വെറും മയിൽ ചക്ര പാറ്റേൺ ഒന്നുമല്ല, ചെക്ക് വന്നിട്ട് നോർമലി ചക്ര പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ചെക്ക് സാരിയാണ്. പക്ഷെ നല്ല രസമാണ്. അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ്. ഞാൻ അക്ഷയുടെ കല്യാണത്തിന് പോകുമ്പോൾ എടുത്ത സാരി ഇതാണ്. ഞാൻ അതിനകത്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി. ആ സെക്കൻഡ് സാരിയിൽ വന്നിട്ട് ഫസ്റ്റ് സാരി കല്യാണ സാരി കേട്ടോ. ഇവിടുന്ന് വന്ന ഫസ്റ്റ് സാരി എൻ്റെ സെക്കൻഡ് സാരി. ഓക്കെ, അപ്പോൾ അതേ അതിൻ്റെ ബ്രൈഡൽ ബ്ലൗസ് ആട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ബ്രൈഡൽ ബ്ലൗസാണ്. അതിൻ്റെ താഴെ ഇതുപോലെ മെറൂൺ ബീഡ്സ് നമ്മൾ ഹാങ്ങിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആട്ടോ ചെയ്തത്, കണ്ടോ. ഇപ്പോഴും ഒരു കേട് സംഭവിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഞാൻ 2021 ചെയ്ത ബ്ലൗസിൻ്റെ ഹാൻഡ് വർക്കുള്ള ബ്ലൗസ് അടക്കം ഇപ്പോഴുണ്ട്, വിത്തൗട്ട് ഒരു ഡാമേജും ഇല്ലാതെ കേട്ടോ. ഞാൻ ബ്ലൗസ് സൂക്ഷിച്ച് വെക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് അത്രയും ഗ്യാരണ്ടി ഉള്ളതാണ്. നമ്മളങ്ങനെ കളർ ഫീഡ് ആവുന്ന ബീഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ മേടിക്കുന്ന പൈസക്കുള്ള കൃത്യമായിട്ടുള്ള വർത്ത് ഇറ്റ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരിയുടെ ബ്രൈഡൽ ബ്ലൗസ്. അതിൻ്റെ ബാക്കിലും ഇതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത സാരി ഇവിടുത്തെ സെക്കൻഡ് സാരി കേട്ടോ. ഇതൊരു റെയർ കോമ്പിനേഷൻ സാരിയാണ്. ആർക്കും കണ്ടപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാരിയാണ്. പക്ഷേ ഉടുത്തപ്പോൾ ഇത് ഉടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ മേലെ കൊടുക്കാം കേട്ടോ. അത്രയും ഭംഗിയുള്ള സാരി. എനിക്ക് പൊതുവേ എനിക്ക് വലിയ ബോർഡർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് റെയർ കോമ്പിനേഷൻ സാരികളോട് പ്രത്യേകം എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. കാരണം ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നതല്ലേ, അല്ലാതെ നമുക്ക് എപ്പോഴും ഒരേപോലത്തെ സാരികൾ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളത്. ഇതിൽ നോർമൽ പീക്കോക്കിൻ്റെ ഒരു ഡിസൈനായിട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഏത് കളറാ പറയാം, പൊന്മാനിയിലാണോ ഇത് പീക്കോക്ക് ബ്ലൂ, രണ്ടും ഒന്ന് തന്നെയാണല്ലോ അല്ലേ. അങ്ങനത്തെ ഒരു പീക്കോക്ക് ആൻഡ് എന്താ പറയുക, ഒരു ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഉള്ളൊരു സാരിയാണ്. അതിൻ്റെ താഴെയും ഞാൻ പറഞ്ഞില്ലേ ഇതേ പൈപ്പിംഗ് ബോർഡർ ഗ്രീൻ ഉണ്ട് കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കല്യാണ സാരിയിൽ പൈപ്പിംഗ് ബോർഡർ വേണം, അതായത് 3 കളറുള്ള സാരി വേണം എന്നുള്ളത്. അറ്റത്താണെങ്കിൽ കുഞ്ഞൊരു പച്ച വരുമല്ലോ, 3 കളർ സാരി വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബ്ലൗസിലൊക്കെ അതിൻ്റെ ഒരു ഗ്രീൻ ടിൻറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും എന്നുള്ള എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളും എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സസുമാണ് ഞാൻ പറയുന്നത്. പക്ഷേ സാരികൾ എടുത്ത് വന്നപ്പോൾ എല്ലാത്തിലും പച്ച ഗ്രീൻ ബോർഡർ വന്നു, പച്ച പൈപ്പിംഗ് ബോർഡർ വന്നു. ഗ്രീൻ ബോർഡർ അല്ല കേട്ടോ, പൈപ്പിംഗ് ബോർഡർ വന്നു. അതെന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ റെഡ് സാരി ആണെങ്കിലും ഈ സ്കൈ ബ്ലൂ കളർ സാരി ആണെങ്കിലും
ഇതൊരു ഭയങ്കര ചുറ്റിക്കഴിഞ്ഞ് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകുമ്പോൾ ഉടുത്ത സാരിയാണ്. അതായത് കല്യാണത്തിൻ്റെ പിറ്റേന്ന് രാവിലെ എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഉടുത്ത സാരിയാണ് ഈ ഒരു സ്കൈ ബ്ലൂ സാരി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബ്ലൗസ് വന്നിട്ട്, ബ്ലൗസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു 3 വീഡിയോസ് ഞാൻ എന്തായാലും എൻ്റെ ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടായിരിക്കും. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത്രയും റിക്വസ്റ്റ് മാത്രമല്ല എൻക്വയറീസും വന്നു. നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കണ്ടോ, ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇതിന് ഞാൻ ഇതിൻ്റെ ഒരു ബ്രൈഡൽ ബ്ലൗസസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ വിരുന്നിൻ്റെ സാരി. എന്ത് ഭംഗിയാലേ, ഒരു പ്രത്യേക കോമ്പിനേഷൻ അല്ല, അങ്ങനെ നമുക്ക് എപ്പോഴും കാണാത്തൊരു കൈൻഡ് ഓഫ് കോമ്പിനേഷനാണ് ഈ ഒരു സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഇതിന് എന്ത് ബ്ലൂ പറയാം എനിക്കറിയില്ല. ആ ബ്ലൂ ആൻഡ് ഈ പിങ്ക് കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ ഈ പച്ച പൈപ്പിംഗ് ബോർഡർ വന്നപ്പോഴും അടിപൊളി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ നല്ല ഗ്ലോ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ നമ്മൾ എന്താ പറയുക, ഫേഷ്യലൊക്കെ ചെയ്തിട്ട് 4-5 ദിവസം ആകുമ്പോൾ പ്രത്യേകിച്ചൊരു എന്താ പറയുക, സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ വരില്ലേ. വിത്തൗട്ട് മേക്കപ്പാണ് നമ്മൾ വിരുന്നിന് പോണ കാര്യം അറിയാലോ, നമ്മൾ മേക്കപ്പ് അടിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ എന്തായാലും അതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി. നെക്സ്റ്റ് വൺ ഞാൻ കല്യാണത്തിന് കൊടുത്ത സാരിയാണ്. ഇതിൽ കുറച്ച് പണിയുണ്ട്, കാരണം അഴുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാൻ വെച്ചതാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം. ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ സാരികളൊന്നും മടക്കി വയ്ക്കാതെ അലമ്പായി കിടക്കുന്ന ആ ഷോർട്സിൽ ഈ സാരി ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ ഉടുത്ത സാരി. ഇത് ഞാൻ നിവർത്തി കാണിക്കാം. ഇതാട്ടെ കളർ കോമ്പിനേഷൻ, ഓറഞ്ച് ആൻഡ് ഒരു പേർപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു പേർപ്പിൾ പിങ്ക് ആ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിന് മുന്താണി കാണാൻ നല്ല ഭംഗിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന് മുന്താണി ചെറിയൊരു ചളി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാതെ. കണ്ടോ, ഇതിൻ്റെ മുന്താണി നല്ല മാങ്ങാ ഡിസൈൻ പോലത്തെ ഡിസൈനൊക്കെ വരുന്ന ഒരു അടിപൊളി സാരിയാണ് ഇത്. ഈ ബാക്കി എല്ലാ സാരി എൻ്റെ ഇഷ്ടത്തിനെടുത്തതാട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡ്, ഒരു പച്ച പേർപ്പിൾ, ഒരു ഗ്രീൻ ആൻഡ് പർപ്പിൾ ഷെയ്ഡ്, അല്ലെങ്കിൽ ടിഷ്യൂ സാരി കല്യാണത്തിന് തലേന്ന് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, കല്യാണ സാരി ഒരു പക്ക ടിഷ്യൂ സാരി അല്ല, അത് കറക്റ്റ് കാഞ്ചീപുരം ഹാൻഡ്ലൂം സാരിയാണ് എൻ്റെ കല്യാണ സാരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് തലേന്നൊരു ടിഷ്യൂ സാരി എന്നുള്ളൊരു മൈൻഡിലാണ് പോയത്. പക്ഷേ ഞാൻ ഇത് അവിടുത്തെ ആഡിസെയിലിന് റിഡക്ഷൻ സൈറ്റിൽ ഇരിക്കുന്ന സാരിയായിരുന്നു കേട്ടോ. റേറ്റ് 50% ഓഫറോ അങ്ങനെ എന്തോ ഈ സാരിക്ക്. പക്ഷെ റേറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ സാരി ഞാൻ ജസ്റ്റ് അത് വെച്ച് നോക്കിയപ്പോൾ അച്ഛൻ പൊതുവേ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു അഭിപ്രായം പറയാത്ത ഒരാളാണ്. എന്താ എൻ്റെ ഇഷ്ടം അത് ചെയ്തു. അതിപ്പോൾ എന്നോടാണെങ്കിലും അമ്മയോടാണെങ്കിലും ആരോടാണെങ്കിലും അച്ഛൻ എന്നെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാത്ത ഒരാളാണ്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ എടുത്തതിന് മേലെ വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് മതി. ആ വാക്ക് പിന്നെ ഞാൻ തെറ്റിക്കാൻ തന്നില്ല. കല്യാണമല്ലേ, അച്ഛൻ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അപ്പം അങ്ങനെ എടുത്തൊരു സാരിയാണ്, അച്ഛൻ്റെ ഇഷ്ടത്തിന് എടുത്ത സാരിയാണ് ഈ സാരി. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. ഞാൻ നല്ല കുറച്ച് ചളി ഉണ്ട്, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പിടിക്കുന്നില്ല. മേ ബി എനിക്ക് അലർജി ആവും. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതൊന്നും അത്യാവശ്യം നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാട്ടോ. കണ്ടോ, ഇത് കണ്ടിട്ടുണ്ടാവും, ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ സാരിയും ബ്ലൗസൊക്കെ. ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഞാൻ ഹാൻഡ് വർക്കിൻ്റെ ബ്ലൗസ് സെപ്പറേറ്റ് കാണിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. ഈ സാരിയാണ് കാണിക്കാനുള്ളത്, പക്ഷെ ഞാനത് കാണിക്കുന്നില്ല. നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നുള്ളത് കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ചെയ്യാം, ഈ സാരിയുടെ പുറകിലും ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാം. ഭയങ്കര മെമ്മറി ആയിട്ടുള്ളൊരു സ്റ്റോറി ആയതുകൊണ്ടാണ് ഞാനതിപ്പോൾ പറയാത്തത്. ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇനി അങ്ങോട്ടുള്ളൊരു 3 വീഡിയോ എന്തായാലും നമ്മുടെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും. ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സജഷൻസ് ഉണ്ട് ആസ് എ ഡിസൈനർ എന്നുള്ള രീതിയിൽ. നമ്മൾ പല ബ്രൈഡ്സിനും പല ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ നമ്മുടെ കല്യാണത്തിന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേറെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിങ്ങനെ വലുതായി പോകും. കാരണം ഡ്രസ്സ് എൻ്റെ ഒരു എന്താ പറയുക വീക്ക്നെസ് ആണ്. ഡ്രസ്സിനെ പറ്റി പറയാൻ നിന്നാൽ ഞാൻ നിർത്തിയില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റ. പിന്നെ എന്തെങ്കിലും എൻക്വയറീസ് അബൌട്ട് ബ്രൈഡൽ ഡ്രസ്സ്, ബ്രൈഡൽ ബ്ലൗസ്, ഔട്ട്ഫിറ്റ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ നമ്പർ കൊടുക്കാം, അതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ വെഡിങ് ഡ്രസ്സ് ആണെങ്കിലും, വെഡിങ് റിസപ്ഷൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും, ബ്രൈഡൽ ബ്ലൗസ് ആണെങ്കിലും, ബ്രൈഡൽ വിയേഴ്സ് ഏത് തന്നെയാണെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേയുടെ ഡ്രസ്സും നമ്മൾ അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴത്തെ നമ്പറിലേക്ക് ഒന്ന് DM ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.